അടുത്ത കാലങ്ങളിലായി നാം കൂടുതലായി കേൾക്കുന്ന ഒരു കാര്യമാണ് മെലിഞ്ഞ ശരീരമാണെങ്കിലും ഡയബറ്റീസ് വന്നു, അല്ലെങ്കിൽ കൊളസ്ട്രോളും ബി.പിയും പോലുള്ള കണ്ടീഷൻസ് വന്നു എന്നുള്ളത്. ഇങ്ങനെ ഉള്ള ആളുകളെ പൊതുവെ നമ്മൾ പറയുന്ന ഒരു പേരാണ് സ്കിന്നി ഫാറ്റ്. എന്താണ് സ്കിന്നി ഫാറ്റ്? സ്കിന്നി ഫാറ്റ് എന്നത് ഒരു മെഡിക്കൽ പദമല്ല, അതുകൊണ്ട് തന്നെ ഇതിനൊരു സ്റ്റാൻഡേർഡ് നിർവചനവുമില്ല. എന്നാൽ വിവിധ ആളുകളിൽ ഈ വാക്ക് വ്യത്യസ്ത രീതികളിൽ ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ BMI ആണെങ്കിലും ശരീരത്തിലെ കുറഞ്ഞ സ്കെലിറ്റൽ മസിലുകളും താരതമ്യേന ഉയർന്ന കൊഴുപ്പും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പദം ഉപയോഗിക്കാറുണ്ട്. അത്തരം ആളുകളിൽ വലിയ അളവിൽ കൊഴുപ്പ്, പ്രത്യേകിച്ചും വയറിന്റെ ഭാഗത്ത് കൂടുതലായിട്ടുണ്ടായിരിക്കും. മാത്രമല്ല പേശികളുടെ അളവും ശക്തിയും കുറവായിരിക്കും. എന്താണ് ഇത് വരാനുള്ള കാരണം? വ്യായാമശീലങ്ങൾ, പോഷകാഹാര ഘടകങ്ങൾ, ജനിതക ഘടകങ്ങൾ, പ്രായം, ഹോർമോൺ അളവ് തുടങ്ങിയവയാണ് സ്കിന്നി ഫാറ്റ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. വ്യായാമം ഇൻസുലിനോടുള്ള സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നു, അതുകൊണ്ട് തന്നെ പ്രമേഹം വരാനുള്ള സാധ്യത കുറയും. ഭക്ഷണശീലങ്ങളിൽ പഞ്ചസാരയും ഹൈ ഫ്രക്ടോസ് അടങ്ങിയ ഭക്ഷണങ്ങളും കൂടുതൽ റിഫൈൻഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളും നമ്മുടെ ശരീരഘടനയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. പ്രായം കൂടുമ്പോൾ ശരീരത്തിൽ മസിൽസ് അതുപോലെ നിലനിർത്താൻ പൊതുവെ ബുദ്ധിമുട്ടാണ്. പ്രായമായവരിൽ പേശികൾ നഷ്ടപ്പെടാനും ശരീരത്തിലെ കൊഴുപ്പ് വർദ്ധിക്കാനും പൊതുവെ സാധ്യത കൂടുതലുണ്ട്. പ്രായവുമായി ബന്ധപ്പെട്ട ഇത്തരം പേശികളുടെ നഷ്ടത്തെ പൊതുവെ വിളിക്കുന്നത് സാർക്കോപീനിയ എന്നാണ്. ഹോർമോൺ ഇംബാലൻസ് എടുത്തു കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് പൊതുവെ ശരീരത്തിലെ കൊഴുപ്പ്, പ്രത്യേകിച്ച് വയറിന്റെ ഭാഗത്ത് കൊഴുപ്പ് കൂടുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മെനോപോസിന് ശേഷം സ്ത്രീകളിൽ ഈസ്ട്രജന്റെ അളവ് കുറയുന്നത് പ്രത്യേകിച്ചും വയറിലെ അറയിൽ വിസറൽ ഫാറ്റിന്റെ അളവ് കൂടാൻ വേണ്ടിയിട്ട് ഇടയാകുന്നുണ്ട്. നോർമൽ BMI ആയാലും മെറ്റബോളിക്കലി അൺഹെൽത്തി ആയ ആളുകൾ ഇന്നത്തെ കാലത്ത് കൂടുതലായി കാണപ്പെടുന്നുണ്ട്. അത്തരക്കാരിൽ ഏതെങ്കിലും ജീവിതശൈലി രോഗം കൊണ്ടുള്ള മരണസാധ്യത പൊണ്ണത്തടി ഉള്ളവരെ പോലെ തന്നെയാണ്. കൊഴുപ്പിന്റെ ഉയർന്ന അളവ് ബുദ്ധിപരമായ കഴിവ് കുറയുന്നതുമായി ബന്ധപ്പെട്ടിരിക്കാമെന്നും ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ സാധാരണ ഉണ്ടാകാറുള്ള ഒരു സംശയമാണ്, എന്റെ ശരീരപ്രകൃതം സ്കിന്നി ഫാറ്റ് ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നത്. ഭക്ഷണത്തിൽ തവിട് ചേർന്ന അരി, മില്ലറ്റ്സ് തുടങ്ങിയ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകളും പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയും ധാരാളം പ്രോട്ടീനും ഉൾപ്പെടുത്തുക. വ്യായാമശീലങ്ങളിൽ സ്ട്രെങ്ത് ട്രെയിനിങ്ങിനൊപ്പം മതിയായ വിശ്രമവും ശരിയായ ഉറക്കവും ആവശ്യമാണ്. അമിതമായ മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയവയും പരിശീലിക്കാം. തെറ്റായ ശീലങ്ങളിൽ നിന്നും മോശം കൂട്ടുകെട്ടുകളിൽ നിന്നും മാറി നിൽക്കുക എന്നത് സാധാരണ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എന്ത് ചെയ്യണം എന്നതുപോലെ തന്നെ പ്രധാനമാണ് എന്ത് ചെയ്യരുത് എന്നതും. ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ ആരോഗ്യത്തിന്റെ ശീലങ്ങൾ പാലിക്കുകയാണ് നാം ചെയ്യേണ്ടത്.